രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എവിടെയാണ് എന്ന ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പോലീസ് കൃത്യമായ അന്വേഷണം നടക്കുന്നു, ട്രേസ് ചെയ്യുന്നു, ട്രാക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അന്വേഷണം പോകുന്നത്. കമലേഷ് തെക്കേക്കാടാണ് ചോദ്യത്തിനുള്ള ഉത്തരവുമായി നമ്മുടെ ഒപ്പം ചേരുന്നത്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. കമലേഷ്, ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള തെളിവ് ശേഖരണം സമഗ്രമായി തന്നെ നടക്കുകയാണ്. ഇന്ന് ഏതായാലും ആ കേസുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി തള്ളിയതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഇതാ ഇവിടെ ഹൈക്കോടതിയിൽ തൊട്ടപ്പുറത്താണ് ഹൈക്കോടതി ഉള്ളത്. ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് 32ാമത്തെ ഐറ്റമായി അത് കോടതിയിൽ പരിഗണിക്കാനിരിക്കുകയുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ 10 ദിവസം ഒളിവിൽ കഴിഞ്ഞ കേരളത്തിലെ MLAയെക്കുറിച്ച് 2 പരാതിയാണ് നിലവിൽ രജിസ്റ്റർ ആയിട്ടുള്ളത്. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. 2നും പ്രത്യേക അന്വേഷണ സംഘം. 2ൻ്റെയും അന്വേഷണ പുരോഗതി ഏത് തരത്തിൽ? പറയൂ കമലേഷ്. ഗുഡ് മോർണിംഗ് വിനുഷ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ ഒരു MLA ഒരു ബലാത്സംഗ കേസിൽ 10 ദിവസമായി ഒളിവിൽ കഴിയുന്നു എന്നുള്ളത് ഒരുപക്ഷെ ആദ്യത്തെ ചരിത്രമായിരിക്കും, ആദ്യത്തെ കാര്യമായിരിക്കും, ചരിത്രത്തിലെ ആദ്യത്തെ കാര്യമായിരിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. ഏതായാലും 10 ദിവസമായി തുടർച്ചയായ 10ാം ദിവസവും കോൺഗ്രസിൻ്റെ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തന്നെ തുടരുകയാണ്. എവിടെയാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരമില്ല. കേരളത്തിന് പുറത്തും കേരളത്തിനകത്തും പോലീസ് വളരെ കാര്യക്ഷമമായി തന്നെ MLAക്കായുള്ള തെരച്ചിൽ നടത്തുമെന്നാണ് പറയുന്നത്. VD സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെയും പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ MLA അല്ല അത്രേ. അതുകൊണ്ട് MLA സ്ഥാനത്ത് നിന്ന് പോലും മാറി നിൽക്കണമെന്ന് ഇനി ഞങ്ങൾ പറയില്ല, അയാളെ കോൺഗ്രസിന്റെ ആളല്ല, അയാളെ പുറത്താക്കി എന്ന് പറയുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ. വിനുഷ, തീർച്ചയായും കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ സ്ഥിതിക്ക് ഇനി കോൺഗ്രസ് MLA എന്ന് പറയാൻ കഴിയില്ല. മുൻ കോൺഗ്രസ് MLA എന്ന് തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാം. ഏതായാലും മുൻ കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിലിപ്പോൾ ആ നിലയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് കൃത്യമായി, അതായത് കേരള കർണാടക ബോർഡറായിട്ടുള്ള ഹൊസൂറിലുൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ നിലയിൽ പോലീസിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ബംഗളൂരുവിലെ ഒരു ആഡംബര വീട്ടിൽ, ഒരു ആഡംബര റിസോർട്ടിൽ താമസിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇതിലെല്ലാം ഈ കോൺഗ്രസ്സുകാരായിട്ടുള്ള, അതേസമയം റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനങ്ങൾ കയ്യിലുള്ള, റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കളാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിവിധയിടങ്ങളിൽ ഒളിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്, അല്ലെങ്കിൽ എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ ചെയ്യുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ നിലയിൽ തന്നെയാണ് പോലീസും മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ചില സ്ഥലങ്ങളിലൊക്കെ മാറി മാറി താമസിക്കുകയും ഈ പോലീസിൻ്റെ അന്വേഷണത്തെ വഴിതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി, ഈ അന്വേഷണത്തിൽ അതിൻ്റെ ഫോക്കസ് മാറ്റാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക്, തെറ്റിദ്ധരിപ്പിക്കുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ഇത്തരത്തിലുള്ള ശ്രമം നടത്തുന്നു. അതിന് കോൺഗ്രസ് നേതാക്കളുടെ സഹായം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ രാഹുലിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചിട്ടുള്ള ആളുകളെ നേരത്തെ തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വരികയാണ് എന്നുള്ളതാണ്. 100ഓളം ആളുകൾ നിലവിലിപ്പോൾ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം 4 സംഘമായാണ് പോലീസ് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നത്. അത് കർണാടകയിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെ തെരച്ചിൽ നടക്കുന്നുണ്ട്. അതേസമയം കേരളത്തിനകത്തും രാഹുലിനായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഏതായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട് ഈ അതിജീവിതയെ അധിക്ഷേപിച്ച രാഹുൽ ഈശ്വറും നിലവിൽ ജയിലിലാണുള്ളത്. രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് തിരുവനന്തപുരം ACJM കോടതി പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അതിൽ വാദം ആരംഭിച്ചിരുന്നു. ഇന്ന് തുടർവാദത്തിനായി ഇന്നത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഏതായാലും രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യം സംബന്ധിച്ചും ഇന്ന് എന്താണ് സംഭവിക്കുക എന്നുള്ളത് സംബന്ധിച്ച് ഇന്ന് നമുക്ക് വിവരം ലഭ്യമാകും. അതേസമയം ഈ വിഷയത്തിൽ തിരുവനന്തപുരത്ത് ACJM കോടതി തള്ളിയതിൻ്റെ ഭാഗമായി ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്ന് രാഹുലിനെ സംബന്ധിച്ച് ആ വിഷയത്തിലും നിർണായകമാണ് എന്താണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചാൽ പുറത്തിറങ്ങാം എന്ന ഒരു ധാരണയിലായിരിക്കണം ഒരുപക്ഷെ നിലവിലിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നത്. അതിനു മുൻപ് പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താനാകുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഏതായാലും നിലവിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒളിവ് ജീവിതവും അതോടൊപ്പം തന്നെ ഈ ജാമ്യമില്ലാത്ത വിഷയവും രാഹുലിനെതിരെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന വിഷയവും എല്ലാം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ അപ്പോഴെല്ലാം സർക്കാരിനെ കുറ്റപ്പെടുത്താനും മറ്റ് CPM ഉൾപ്പെടെ കുറ്റപ്പെടുത്താനുമുള്ള ശ്രമം
ഈ നേതാക്കളുടെ UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന ഏറ്റവും വിചിത്രമായ ഒരു കാര്യം കൂടി. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ ബലാത്സംഗ കേസിൽപ്പെട്ട് ഒളിവിൽ കഴിയുമ്പോഴും അതിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ പ്രതിരോധത്തിലാകുന്നത് സർക്കാരാണ് എന്ന ന്യായമാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഏതായാലും രാഹുലിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഇന്നത്തെ ദിവസം. ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോൾ 10ാമത്തെ ദിവസവും MLA ഒളിവിലാണ്. വിനുഷ. ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കും ഒപ്പം അതിജീവിതയെ അപമാനിച്ച കേസിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടുള്ള രാഹുൽ ഈശ്വറിനും എന്ന നിർണായകമായ ദിവസം തന്നെയാണ്. രണ്ടുപേരുടെയും ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് ഹൈക്കോടതി വാദം കേൾക്കാൻ പോകുന്നു. രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യാപേക്ഷയിൽ ഇന്നലെ മുതൽ തിരുവനന്തപുരം കോടതി വാദം കേട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ വാദം പൂർത്തിയായിട്ടില്ല. ഇന്ന് തുടർവാദമുണ്ടാകും. അപ്പോൾ അക്കാര്യത്തിലും ഇന്നൊരു തീരുമാനം വരാനിരിക്കുകയാണ്. അപ്പോൾ രണ്ട് രാഹുൽമാർക്കും ഇന്ന് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ദിവസം തന്നെയാണ്.